സംസ്ഥാനത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകളിൽ സ്വന്തമായി ആംബുലൻസ് ഉള്ളത് 75 നിലയങ്ങൾക്ക് മാത്രം. 129 ഫയർ സ്റ്റേഷനുകളിലെ 54 ഫയർ സ്റ്റേഷനുകൾ അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ആംബുലൻസിനായി മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ 15 ഫയർ സ്റ്റേഷനുകളിൽ 9 ഫയർ സ്റ്റേഷനുകൾക്ക് മാത്രമാണ് സ്വന്തമായി ആംബുലൻസ് ഉള്ളത്. പ്രൈം ടൈം ബ്രേക്കിംഗ്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. അരുൺരാജ്, ഈ കണക്കുകൾ പ്രതിസന്ധി എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്? എന്താണ് അരുൺരാജ്? റീജിത്ത്, സംസ്ഥാനത്തെ ഏറ്റവും അത്യന്താപേക്ഷിതമായ സംവിധാനങ്ങളിലൊന്നാണ് സംസ്ഥാനത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ. 129 ഫയർ സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ സംസ്ഥാനത്ത് ഉള്ളത്. ഇതിൽ 75 ഇടത്ത് മാത്രമാണ് അത്യാവശ്യമായി ആവശ്യഘട്ടങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ രീതിയിലുള്ള ആംബുലൻസ് സംവിധാനമുള്ളത്. ബാക്കി 54 ഇടത്ത് അവശ്യ സർവീസുകൾ ഉപയോഗിക്കാൻ ആംബുലൻസുകൾ ഇല്ല എന്നുള്ളതാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റ് സ്ഥലങ്ങളെ ആശുപത്രികളുടെ അടക്കം ആശ്രയിക്കേണ്ട ഗതികേടാണ് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനത്തിൽ വരുന്നത് എന്നുള്ളത് വളരെ സ്ഥിതി ഗൗരവമായി നിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അവിടെ നിന്ന് റെസ്ക്യൂ അടക്കം നടത്തേണ്ടതും ആംബുലൻസുകളാണ്. ഒപ്പം പോകാൻ ഈ ഫയർ ആൻഡ് റെസ്ക്യൂവിനൊപ്പം പോകാൻ ആംബുലൻസുകൾ ഇല്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 15 ഫയർ സ്റ്റേഷനുകൾ ഉള്ളപ്പോൾ 9 ഫയർ സ്റ്റേഷനുകൾക്ക് മാത്രമാണ് ഇവിടെ ഈ ഇത്തരത്തിൽ ആംബുലൻസ് സംവിധാനമുള്ളത്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ 11 ഇടത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനമുണ്ട്. പക്ഷേ 5 ഇടങ്ങളിൽ മാത്രമാണ് ആംബുലൻസിന്റെ സേവനം ലഭ്യമാകുന്നത്. 10 ഫയർ സ്റ്റേഷനുകളുള്ള തൃശൂർ ജില്ലയിൽ 3 ഇടത്ത് മാത്രമാണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സേവനം ലഭിക്കുന്നത് എന്നുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. കോട്ടയം, വയനാട് ജില്ലകളിൽ മാത്രമാണ് മുഴുവൻ ഫയർ സ്റ്റേഷനുകളിലും ആംബുലൻസ് സംവിധാനമുള്ളത്. ഇത്തരത്തിൽ മാറ്റം ഉണ്ടാകണം. എല്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകളിലും ആംബുലൻസ് സംവിധാനം അത്യന്താപേക്ഷിതമാണെന്ന് കാട്ടി നിരവധിയായ തവണ വകുപ്പ് മേധാവികൾ സർക്കാരിനടക്കം നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ ഫണ്ട് അലോക്കേഷൻ അടക്കം നടത്താത്തതാണ് ആംബുലൻസിന്റെ അപര്യാപ്തതയ്ക്ക് കാരണം എന്നുള്ളതാണ് നിലവിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന വിവരം. അടിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സ് മേധാവി അടക്കം സർക്കാരിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.